الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമീൻ. ഫിദാൻ ഫാത്തിഹയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഓഫ് ചെയ്യല്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നീ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കളിക്കല്ല. രണ്ട് കൈയൊന്ന് ഫ്രീ അല്ലേ? ഹാൻഡ്സ് അപ്പ്. ഫിദാൻ ഒന്ന് രണ്ട് കൈ ഉയർത്തിയേ. ഓക്കെ, കൈ താഴ്ത്തിക്കോ. ഫോൺ എപ്പോഴും നമ്മുടെ കൈകളിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഫോണും കയ്യിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പൂർണ്ണമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പകുതി ശ്രദ്ധ ഫോണിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പൂർണ്ണമായി ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ കൈകൾ പൂർണ്ണമായും ഫോൺ പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം. ഫോൺ ഇങ്ങനെ ഒരു ഭാഗത്ത് ചാരി വെക്കുക, എന്നിട്ട് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ശരി. വേറെ ആരും എന്താ വീഡിയോ ഓണാക്കി വെക്കാത്തത്? വീഡിയോ ഓണാക്കി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. അതെന്താ പാലിക്കാത്തത്? എന്താ? വേഗം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ ആരും. കേൾക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? എന്നാ ദാനിഷ് ഒന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ദാനിഷ്? പെട്ടെന്ന് പറ. വെള്ളത്തിനെ കുറിച്ച്. ആ, എന്തെല്ലാം പറഞ്ഞു? തഹൂറു താഹിറുൻ നജസു. ആ, വെള്ളം മുസ്തഅമലാകുന്നത് എപ്പോഴാണ് പറയാൻ പറ്റുമോ? എന്നാ മൻഹ പറഞ്ഞോ. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച് കുറഞ്ഞ വെള്ളം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരാണ് മുസ്തഅമലായ വെള്ളം. ഓക്കെ, ശരിയായ ഉത്തരാണ് മൻഹ പറഞ്ഞത്. ഞാൻ ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോൾ ചില ആളുകളൊക്കെ വേഗം മുഖം മറച്ച് കളഞ്ഞ് ക്യാമറ ഓഫ് ചെയ്തു. അങ്ങനെ പോവരുത്. അങ്ങനെ പോകരുതാണ് ഇപ്പോൾ. ഓക്കെ, ക്ലാസ് തുടരുന്നു. ഒന്നുകൂടെ ചെറിയ രൂപത്തിൽ പറയാം. വെള്ളം 3 വിധമായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് തൊഹൂർ, മറ്റൊന്ന് ത്വാഹിർ, മറ്റൊന്ന് നജിസ്. തൊഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും. ഉദാഹരണം, കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കുളത്തിലെ വെള്ളം, കടലിലെ വെള്ളം, മഴവെള്ളം, ഇങ്ങനെയുള്ളതൊക്കെ തൊഹൂറായ വെള്ളമാണ്. കടലിലെ വെള്ളം ഉപ്പിൻ്റെ രുചിയുണ്ടെങ്കിലും കടലിലെ വെള്ളം തൊഹൂറാണ്. മനസ്സിലായല്ലോ? കടലിൽ പോയിട്ട് നമുക്ക് വുളൂ ചെയ്യാം. കടലിലെ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാം. ഫർദായ കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ
ഉം. അത് മനസ്സിലാക്കാം. അതുപോലെ ത്വഹൂറായ വെള്ളത്തിന് മറ്റൊരു പേരുണ്ട്, മുത്തലഖായ വെള്ളം എന്നും ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ത്വാഹിറായ വെള്ളമാണ്. ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷേ മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിവില്ല. ഉദാഹരണം കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനിനീർ വെള്ളം, പിന്നെ കട്ടൻ ചായ. വേറെ ഒരു ഉദാഹരണം പറഞ്ഞേ, ആർക്ക് പറയാൻ പറ്റും? നമ്മുടെ പാഠത്തിലൊന്നും പറയാത്തൊരു ഉദാഹരണം പറഞ്ഞു. പറഞ്ഞോളൂ, മൈക്ക് ഓണാക്കി പറയും. തേങ്ങ വെള്ളം. തേങ്ങ വെള്ളം, ഇളനീർ വെള്ളം ആണെങ്കിൽ പിന്നെ തേങ്ങ വെള്ളം റെഡി. പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ്. എന്താണ്? മുന്തിരി ജ്യൂസ്. മുന്തിരി ജ്യൂസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആദ്യം കേട്ടത് മന്തി മജ്ബൂസ് എന്നാണ്. എന്താ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പറഞ്ഞത്? രണ്ടും വെള്ളമല്ലല്ലോ എന്ന് ആലോചിക്കത്. മുന്തിരി ജ്യൂസ് എന്നാണ് അല്ലേ പറഞ്ഞേ? അതാരാ പറഞ്ഞേ? മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞത് ആരാ? പേരില്ല. മുഷറ. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ ഈ സ്പിരിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ചവെള്ളം പോലെയാണ്. ഒരു നിറ വ്യത്യാസം ഉണ്ടാവില്ല, അധികം കട്ടി ഉണ്ടാവില്ല. കണ്ടാൽ അത് പച്ചവെള്ളം പോലെ തന്നെ ഉണ്ടാവുക. ഒരു ഗ്ലാസിൻ്റെ ഇതിലാക്കി, ഒരു ഗ്ലാസ്സിൽ, ഒരു കുപ്പി ഗ്ലാസ്സിൽ പിന്നെ സ്പിരിറ്റ് ഒഴിച്ച് വെച്ചാൽ അത് തനിച്ച പച്ചവെള്ളം പോലെയാണ് കാണാനുണ്ടാവുക. അത് ത്വഹൂറായ വെള്ളമാണോ? ഇല്ല. എന്താ കാരണം? ഇല്ല. കാരണം എന്താണ്? ഓക്കെ, നിങ്ങൾ സ്പിരിറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയലുണ്ടാവില്ല അല്ലേ? അത് പച്ചവെള്ളമല്ല. പച്ചവെള്ളമല്ല, അതായത് പച്ചവെള്ളത്തിൻ്റെ വിശേഷണത്തിൽ നിന്നത് പുറത്തു പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്മെല്ല് വ്യത്യാസമുണ്ട്. പിന്നെ അതിലടങ്ങിയ കണ്ടൻറ്റ് അല്ലേ, അത് ആൽക്കഹോളിക്കാണ് സാധനം. അപ്പോൾ അത് ത്വഹൂർ എന്നതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. സ്പിരിറ്റ് ഒരു തലത്തിൽ പറയുമ്പം നജസ്സാണ്. ആൽക്കഹോളിൻ്റെ ഇത് ഉണ്ടെങ്കിൽ നജസ്സാണെന്ന് പറയുന്നവരുണ്ട്, നജസ്സല്ല അഫു ഉണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പോട്ടെ, സ്പിരിറ്റ് തനി മധ്യമായി ഉപയോഗപ്പെടുത്തുന്ന വസ്തുവാണ്. അപ്പോൾ ആ നിലക്കതെന്താണ്? നജസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പോയിന്റിലൊന്ന് ആദ്യം ഒരു തണുപ്പിക്കും. അത് അവർ കോട്ടണിൽ അല്പം സ്പിരിറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, പോവാം. പറഞ്ഞു വന്നത് ത്വഹൂർ, ത്വാഹിർ, നജിസ്, ഇങ്ങനെ 3 തരത്തിൽ വെള്ളം പറഞ്ഞു. പിന്നെ വെള്ളം തന്നെ മുസ്തഅമലാകുന്ന അവസ്ഥയുണ്ട്, മുത്തനജിസാകുന്ന അവസ്ഥയുണ്ട്. മുസ്തഅമലാകുന്നത് എപ്പോഴാണ്? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് ഫർദായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് മുസ്തഅമൽ എന്നാണ്. മുസ്തഅമലായ വെള്ളം നമ്മുടെ ശരീരത്തിലോ ഡ്രസ്സിലോ ആയാൽ പിന്നെ ഡ്രസ്സ് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേര് മുസ്തഅമൽ എന്ന് ഉണ്ട് എന്നേ ഉള്ളൂ. ആ മുസ്തഅമലായ വെള്ളം കൊണ്ട് നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഫർദായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം, ഇവിടെ പറയുന്ന കുറഞ്ഞ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്നാണ്. 1 കൊല്ലത്ത് വെള്ളം 1 കൊല്ലത്ത് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കെത്രയാണ്? ഹാനിയ പറഞ്ഞ്. 1 കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ അത് എത്ര ലിറ്റർ ഉണ്ടാകും? 100 ലിറ്റർ. അപ്പോൾ 2 കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും റാനിയ? 20 ലിറ്റർ. എത്രയാ?
200 ലിറ്റർ. ആ 200 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എന്താണ് 2 കൊല്ലത്തുള്ള വെള്ളമാണ്. ആ വെള്ളം 200 ലിറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 250 ലിറ്റർ വെള്ളം ഉള്ള ഒരു ടാങ്കിൽ പിന്നെ ടാങ്കിലേക്ക് കൈയിട്ട് കൊണ്ട് അതിലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ തന്നെ ഒരാൾ വുളൂ ചെയ്താൽ ആ ടാങ്കിലുള്ള വെള്ളം മുസ്തഅമലാകുമോ? 200 അല്ലെങ്കിൽ 200-ലധികം ലിറ്ററുള്ള വെള്ളമുള്ള ടാങ്കിലേക്ക് കൈയിട്ട് കൊണ്ട് ഒരാൾ വുളൂ ചെയ്താൽ ആ വെള്ളം വുളൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഫർദായ ശുദ്ധീകരണമാണല്ലോ. ആ വുളൂ ചെയ്യലോട് കൂടെ ആ ടാങ്കിലുള്ള വെള്ളം മുസ്തഅമലാകുമോ? ഇല്ല. കാരണം അത് 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളമാണ്. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ വുളൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാപ്പിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ടാപ്പ് തുറന്ന് കയ്യിൽ വെള്ളം എടുത്ത് ഇങ്ങനെ വുളൂ ചെയ്യാണ്. വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൈ കഴുകൽ സുന്നത്താണ്, മുൻകൈ രണ്ടും അല്ലേ, കഴുകി സുന്നത്താണ്. ഇനി ഫർദ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഫർദ് എന്താണ്? നിയ്യത്തോടു കൂടെ മുഖം കഴുകുക എന്നുള്ളതാണ്. നിയ്യത്തോടു കൂടെ മുഖം കഴുകുന്ന സമയത്ത് ആ മുഖം കഴുകുമ്പോൾ മുഖത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം നേരെ ആ താഴെ വെച്ചിട്ടുള്ള ബക്കറ്റിലേക്കാണ് വീഴുന്നത്. വുളൂ ചെയ്ത് കഴിയുമ്പോൾ ബക്കറ്റ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ബക്കറ്റ് നിറഞ്ഞാലും നിറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ഇപ്പോൾ ആ ബക്കറ്റിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള വെള്ളത്തിന് പറയാൻ പറ്റുന്നൊരു പേരുണ്ട്. ആ വെള്ളം തൊഹൂറാണോ അല്ലെങ്കിൽ പിന്നെ ആ വെള്ളത്തെക്കുറിച്ച് നമുക്ക് തൊഹൂർ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മുസ്തഅമൽ എന്ന് പറയാൻ പറ്റുമോ? മുസ്തഅമൽ എന്ന് പറയണം. കാരണം എന്താ? ആ ബക്കറ്റിലുള്ള വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ്. മാത്രമല്ല പിന്നെ വെള്ളത്തിൻ്റെ അളവ് 2 കൊല്ലത്തിൽ താഴെയാണ് എന്നതുകൊണ്ട് മാത്രം അതിന് മുസ്തഅമൽ എന്ന് പറയില്ല. പിന്നെ ആ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചതായ ആകുമ്പോൾ മാത്രമാണ് അത് മുസ്തഅമലായ വെള്ളമാകുന്നത്. ആ മുസ്തഅമലായ വെള്ളം കൊണ്ട് നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. 2 കൊല്ലത്തിന് താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസാകും. ഓക്കെ, പിന്നെ ഇവിടെ നജസ് ചേർന്നിട്ടില്ല, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചു എന്ന കാരണത്താൽ തന്നെ അത് മുസ്തഅമലായി മാറി. ഈ മുസ്തഅമലായ വെള്ളം നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതെപ്പോഴാണ്? മുസ്തഅമലായ വെള്ളം നമുക്ക് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതിനെന്താ നമുക്ക് ചെയ്യാം? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ഉപയോഗിക്കാത്ത വെള്ളമാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വുളൂ ചെയ്യാൻ പറ്റും. എപ്പോൾ? ഇതിന് മുസ്തഅമൽ എന്ന പേര് ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് 2 കൊല്ലത്തിൽ താഴെയായിരിക്കുക, മറ്റൊന്ന് ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചതായിരിക്കുക. ഈ 2 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആ വെള്ളം മുസ്തഅമലാകുന്നത്, അല്ലേ? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം നമുക്ക് ഉപയോഗിക്കാത്ത വെള്ളമാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല. അത് പോസിബിൾ അല്ല. എന്നാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നമുക്ക് 2 കൊല്ലത്തിൽ കൂടുതലാക്കാൻ പറ്റൂലേ? പറ്റും, അല്ലേ? ഒരു ബക്കറ്റിലുള്ള വെള്ളം, ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച ഒരു ബക്കറ്റിലുള്ള വെള്ളം, ഇപ്പോൾ അതിൻ്റെ പേര് മുസ്തഅമൽ എന്നാണ്. ആ ബക്കറ്റിലുള്ള വെള്ളം കൊണ്ടുപോയി നമ്മളത് എവിടെ കൊണ്ടുപോയി ഒഴിച്ചു? നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള പിന്നെ 500 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു. മനസ്സിലായോ? ഇപ്പോൾ ആ ടാങ്കിലുള്ള വെള്ളം എന്താണ്? തൊഹൂറായ വെള്ളമാണ്. ടാങ്കിലേക്ക് ഒഴിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് ആ ബക്കറ്റ് കൊണ്ട് തന്നെ വീണ്ടും വെള്ളം കോരിയെടുത്തു. ആ ബക്കറ്റ് കൊണ്ട് തന്നെ ടാങ്കിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബക്കറ്റിലുള്ള വെള്ളം എന്താണ്? ഇതല്ല, മുസ്തഅമൽ അല്ല. മുസ്തഅമൽ എന്നതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം എന്നത് വെറുതെ വേസ്റ്റാക്കി കളയാൻ വസ്തുവല്ല. വെള്ളത്തിന് മുത്തനജിസായ വെള്ളവും നമുക്ക് തൊഹൂറാക്കി മാറ്റാനൊക്കെ പറ്റും. ശരി, ഇപ്പോൾ ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ഒരു ചെറിയ പല്ലിക്കഷ്ടം വീണാൽ തന്നെ എന്തായി? ആ വെള്ളം
ഒരു ബക്കറ്റിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ്. അതിലേക്ക് നജസിൻ്റെ അല്പം വന്ന് ചേരലോടെ തന്നെ ആ വെള്ളം എന്തായി മുത്തനജിസായി മാറും എന്ന് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ഒരു പല്ലിക്കാഷ്ടം വീണാൽ തന്നെ അത് വീഴലോടെ വെള്ളത്തിൻ്റെ നിറമോ രുചിയോ സ്മെല്ലോ മാറ്റം വന്നിട്ടില്ല എങ്കിലും ആ വെള്ളം എന്താണ് മുത്തനജിസായ വെള്ളമാണ്. എന്ന് വെച്ചാൽ അത് മുത്തനജിസി എന്ന് അതിന് പേര് വന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളം എടുത്ത് കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് ആ നജസായ വസ്തു എടുത്ത് കളയാം. എന്നിട്ട് അത് എന്ത് ചെയ്യാം, ഒരു ടാങ്കിലുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തായി മുത്തനജിസായ വെള്ളം തൊഹൂറായി മാറി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സാധാരണ സംഭവിക്കാറുള്ളതാണ്, വീടിന് മുകളിൽ ഭാഗത്തുള്ള ടാങ്കിൽ 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്, വെള്ളമുള്ള സമയത്ത് അതിലേക്ക് ഒരു ചത്ത പല്ലിയെ ഒരു കാക്ക കൊണ്ടുപോയിട്ടു. പാറിപ്പോകുന്ന കാക്ക, മനസ്സിലായ, മനുഷ്യന്മാരാകുന്ന കാക്ക അങ്ങനെ പല്ലിയെ കൊണ്ടുപോയില്ല. കാക്ക ചത്ത പല്ലിയെ കൊത്തിയെടുത്ത് ഇങ്ങനെ പാറിപ്പോകുന്ന സമയത്ത് ടാങ്കിൻ്റെ അടപ്പ് ഓപ്പണായി കിടന്നതുകൊണ്ട് കാക്ക വന്ന് വെള്ളത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നതാ. പല്ലി എന്ത് ചെയ്തു, ടാങ്കിലെ വെള്ളത്തിലേക്ക് വീണു. ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്, ഒരു പല്ലി വീണു എന്നതുകൊണ്ട് ടാങ്കിലെ വെള്ളത്തിൻ്റെ രുചി, നിറം, മണം എന്നിവ മാറ്റം വരുമൊന്നുമില്ല. മനസ്സിലായല്ലോ? മാറ്റം വരുമൊന്നുമില്ല. മാറ്റം വന്നിട്ടില്ല എങ്കിൽ ആ ടാങ്കിലുള്ള വെള്ളം മുത്തനജിസായി മാറുമോ? ഇല്ല. അയ്വ ഹാദി സഡൻ റിപ്ലൈ, വെരി ഗുഡ്. പെട്ടെന്ന് മറുപടി പറയണം. കാരണം എന്താണ്, 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളം വെറും നജിസ് വന്ന് ചേരലോടെ തന്നെ എന്താകൂല, മുത്തനജിസായി മാറില്ല. 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളം മുത്തനജിസായി മാറണമെങ്കിൽ അതിൻ്റെ നിറമോ രുചിയോ സ്മെല്ലോ വ്യത്യാസപ്പെടണം. എന്നാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ സംശയിക്കേണ്ടതില്ല. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജിസ് വന്ന് ചേർന്നാൽ തന്നെ മതി. അതിന് നിറമോ രുചിയോ വാസനയോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പോവാം. النجاسة والتطهير. അന്നജാസാതു വതത്ഹീറുഹ, നജസ്സുകളും അതിനെ ശുദ്ധീകരിക്കലും. അല്ലേ? നജസ്സായ വസ്തുക്കൾ ഏതെല്ലാം? പിന്നെ ഈ നജസ് കൊണ്ട് മലിനമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുത്തനജിസായി കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നജസ്സുകൾ തന്നെ 3 വിധമാക്കി തരംതിരിച്ച് പറയുന്നുണ്ട്. അതിൽ 1 മുഗല്ലദാണ്, 2 മുതവസ്സിത്ത്, 3 മുഖഫഫ്. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമേറിയ നജസ്. അല്ലേ? എന്താണ് പഠിച്ചത്? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവയാണ് മുഗല്ലദായ നജസ്. ഇവ കൊണ്ട് മലിനമായാൽ, അതായത് മുഗല്ലദായ നജസ് എന്ന് പറയുന്നത് കൊണ്ട് ഈ ജീവികൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ബഹുമാനം കൊടുക്കേണ്ടെന്നല്ല. ഇതിനൊക്കെ അടിച്ച് അല്ലെങ്കിൽ എറിഞ്ഞ് കൊന്നു കളയണം എന്നൊന്നുമല്ല. അങ്ങനെയൊന്നും കരുതരുത്. അതൊന്നും ആ ജീവികളുടെ തെറ്റല്ലല്ലോ. ഓക്കെ. നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, ഇവ കാരണം മലിനമായാൽ, അതായത് മുത്തനജിസായാൽ ആ വസ്തു ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 7 തവണ കഴുകി വൃത്തിയാക്കണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം. നജസിന്റെ തടി അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അതൊരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൂടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്
ഏഹ്, ഒരു നായ ഓടി വരുന്നുണ്ട്, നമ്മുടെ അടുത്തൂടെ ഓടിപ്പോയി. അതിൻ്റെ വാല് നമ്മുടെ ഡ്രസ്സിൽ തട്ടിയിട്ടുണ്ട്. ഡ്രസ്സിൽ വാലിൽ നിന്ന് നനവായിട്ടുണ്ട്. മഴക്കാലമല്ലേ, ഡ്രസ്സിൽ നനവായിട്ടുണ്ടെങ്കിൽ എന്തായി, നമ്മുടെ ഡ്രസ്സിൽ നജിസായിട്ടുണ്ട്. എന്നാൽ ആ വെറും നനവാണ്, അതിൽ നജസിൻ്റെ തടി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഡ്രസ്സിൽ നായയുടെ വാല് തട്ടിയ ഭാഗം എന്ത് ചെയ്യുക, 7 തവണ കഴുകുക. ആ 7 തവണയിൽ ഒന്ന് കഴുകുന്നതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുക എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ കൊനായിൽ ഒരു നായ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് നായ കാഷ്ടം കണ്ടു. ആ കാഷ്ടം എന്ത് ചെയ്യുക, ഒരു പേപ്പറോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ട് ആ കാഷ്ടം ആദ്യം കോരിയെടുത്ത് പുറത്തേക്ക് കളയണം. എന്നിട്ട് ആ കാഷ്ടമായ ഭാഗം അല്ലെങ്കിൽ നായ കയറി വന്ന ഭാഗം അത് നനഞ്ഞതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അടയാളങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ ആ ഭാഗം എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. വൃത്തിയാക്കുക എന്നാണ് അതിലൊന്ന് 7 തവണ കഴുകി വൃത്തിയാക്കണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകിയിരിക്കണം. ഇങ്ങനെയാണ്. മറ്റൊരു ഉദാഹരണം പറയാം. നായ മൂത്രിച്ചു, നമ്മുടെ വീട്ടിൻ്റെ കോനായിൽ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. മൂത്രിച്ചു വെച്ചു, ഒരുപാട് നേരമായി, ഒരു ദിവസം രാത്രി ചെയ്തതാണ്. പിറ്റേന്ന് വീട്ടിൽ നമ്മളൊന്നും ആളില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ആ മൂത്രിച്ച ഭാഗത്തൊക്കെ ഭയങ്കര സ്മെല്ലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ആ മൂത്രമായ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കണം. ആ സ്മെല്ല് നീങ്ങി പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കണം. മറ്റെന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അത് എന്താവുന്നുള്ളൂ, സ്മെല്ല് പോകുന്നുള്ളൂ എങ്കിൽ അങ്ങനെ കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ എന്തായി, വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ ഏകദേശം സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്, നിറം മറ്റൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് തവണ കഴുകിയപ്പോഴാണ് അതിന് സ്മെല്ല് നീങ്ങിയത് എങ്കിൽ ഇത്രയും തവണ കഴുകിയത് എത്രയായിട്ടാണ് പരിഗണിക്കുക? 1 തവണ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് മുഗല്ലദായ നജസ് കൊണ്ട് മലിനമായാൽ അതിനെ ശുദ്ധീകരിക്കുന്നതിൽ ആദ്യം പറഞ്ഞത്, നജസിൻ്റെ തടി ഉണ്ടെങ്കിൽ അതാദ്യം നീക്കണം. നജസിൻ്റെ തടി ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ മൂത്രത്തിൻ്റെ സ്മെല്ല് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുപാട് തവണ കഴുകേണ്ടി വന്നാലും ആ ഒരുപാട് തവണ കഴുകലെല്ലാം ഒറ്റ തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതിനുശേഷം നല്ല മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആ ഭാഗം ഒന്ന് തളിക്കണം, അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിന് ശേഷം ബാക്കി ഇപ്പോൾ എത്രയായി, 2 തവണ ഇപ്പോൾ ആയി മണ്ണ് കലക്കിയ വെള്ളം ഒഴിക്കലോടുകൂടെ. പിന്നെ ശേഷമുള്ളൊരു 5 തവണ വെള്ളം, ശുദ്ധിയായ വെള്ളം കൊണ്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചാൽ മതി. വീണ്ടും വീണ്ടും ഇങ്ങനെ ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എന്തായി, ആ മുഗല്ലദായ നജിസ് കൊണ്ട് മലിനമായ സ്ഥലം എന്താക്കി, ശുദ്ധിയുള്ള സ്ഥലമാക്കി മാറ്റി. മറ്റൊന്ന് മുത്തവസ്സിത്തായ നജിസാണ്. മുത്തവസ്സിത്തായ നജിസ് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, നമ്മുടെ ആമാശയത്തിൽ നിന്ന് വരുന്നത് അല്ലേ, അന്നനാളത്തിൽ നിന്ന് വരുന്നത്, അതൊക്കെ എന്താണ്, മുത്തവസ്സിത്തായ നജസാണ്. അതുപോലെ മദി, വദി, അതൊക്കെ എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യുക, ചോദിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ മനുഷ്യൻ, മത്സ്യം, ജറാദ്. മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇവ അല്ലാത്തതിൻ്റെ ശവം. മനുഷ്യൻ ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്തല്ല, നജിസല്ല, ഏത് മനുഷ്യനാണെങ്കിലും. മത്സ്യം ചത്ത് കഴിഞ്ഞാൽ അതെന്തല്ല, നജിസല്ല അല്ലേ. നമ്മൾ ജീവനുള്ള മത്സ്യത്തെ കറി വെക്കാറില്ല അല്ലേ, ചത്തതിനെ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്, കറി വെക്കാറുള്ളതൊക്കെ. പക്ഷെ അതുപോലെ ചത്ത കോഴിയെ നമ്മളെടുത്ത് കറി വെക്കാറില്ല. കോഴിയെ അറവ് നടത്തി എന്ത് ചെയ്യണം, കറി വെക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കണം. എന്നാൽ മത്സ്യത്തെ നമ്മളങ്ങനെ അറവ് നടത്തേണ്ട ആവശ്യമില്ല. അതുപോലെ ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളി, യഥാർത്ഥത്തിൽ വെട്ടുകിളി എന്ന് പറയുന്ന സാധനമല്ല, ഒരു പുൽച്ചാടി പോലെയുള്ള ഒരു ഇതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു ദിവസം ഞാൻ ഓൺലൈൻ കാണിച്ചു തന്നില്ലായിരുന്നോ ജറാദിനെ? ഓക്കെ, പുൽച്ചാടി പോലെയുള്ളതാണ്. അറബ് നാടുകളിലൊക്കെ കൂടുതലായിട്ടുണ്ട്. അത് വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ കൃഷിയൊക്കെ നശിച്ചു പോകുമെന്ന് പറയാറുണ്ട്. പിന്നെ
അതിന് പല ഔഷധ ഗുണമുള്ള വസ്തുവാണ്. പല ട്രീറ്റ്മെൻറ്റിനൊക്കെ അതിന് ആളുകൾ എടുത്ത് കഴിക്കാറുണ്ട്. അതിനെ കൊല്ലാനൊന്നും നിൽക്കില്ല. അതിൻ്റെ എന്ത് ചെയ്യും, തല കണ്ട് പിരിച്ച് കളയും, എന്നിട്ട് അതിനെ തിന്നും. ചിലർ തലയും കൂട്ടി തിന്നും. അങ്ങനെയൊക്കെ തിന്നുന്നത് കാണാം. പോട്ടെ. അപ്പോൾ പറഞ്ഞത് മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇവ അല്ലാത്തതിൻ്റെ ശവങ്ങൾ എന്താണ്? ശവം എന്ന് പറഞ്ഞാൽ താനായ ജീവൻ പോയത്, അതെല്ലാം നജസ്സാണ്. ലഹരി ദ്രാവകങ്ങൾ, കള്ള്, ബിയർ, വൈന്, ആൽക്കഹോളിക് ആയിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം എന്താണ്? നജിസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിറ്റ്, ഈ നിലക്ക് എന്താണ് സ്പിരിറ്റ് എന്നുള്ളത് നജിസായിരിക്കും. പിന്നെ ലഹരി ദ്രാവകങ്ങൾ മുതലായവ മുത്തവസ്സിത്തായ നജസ്സുകളാണ്. ഇവ കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകിയാൽ മതി. പ്രയാസപ്പെട്ട് കഴുകിയിട്ട് നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. ഒരുപാട് തവണ കഴുകിയിട്ട് നീങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നീങ്ങുന്നില്ല, നിറം എത്ര കഴുകിയിട്ട് അങ്ങ് പോകുന്നില്ല, എന്നാൽ അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ മണം ഒരുപാട് തവണ കഴുകിയിട്ടും പോകുന്നില്ല എങ്കിൽ അതുകൊണ്ട് മാത്രം പ്രശ്നമില്ല. നിറമൊക്കെ പോയിട്ടുണ്ട്, മണം മാത്രം ബാക്കിയാവുന്നുള്ളൂ, എന്നാൽ അത് വലിയ കാര്യമാക്കേണ്ട പ്രശ്നമില്ല. ഇനി പറയാം, നിറം, മണം എന്നിവ രണ്ടും കൂടി നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ നജസായ വസ്തുവിൻ്റെ രുചി അതങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരുപാട് തവണ കഴുകിയിട്ടും ആ രുചി നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ ആ സ്ഥലം ശുദ്ധിയാകുന്നതല്ല. എന്നാൽ ഈ നീങ്ങിപ്പോകാത്ത ഈ അതിൻ്റെ വിശേഷണങ്ങൾ, അത് നീങ്ങിപ്പോകണമെങ്കിൽ ആ ഭാഗം മുറിച്ച് കളയണം എന്ന അത് മാത്രമേ ഒരു വഴിയുള്ളൂ എങ്കിലോ, എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ ആ നജിസ് നീങ്ങിപ്പോകൂ എങ്കിൽ എന്ന അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതെന്താ പൊറുക്കപ്പെടുന്നതാണ്, അത് മുറിച്ച് കളയേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് പറയാം, ഒരു ജീവിയുടെ കാഷ്ടം ഡ്രസ്സിലായി. ഒരു ജീവി, ഏതോ ഒരു ജീവി, അതിൻ്റെ സ്മെല്ലും നിറവും ഡ്രസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. ഒരുപാട് തവണ കഴുകി നോക്കി, പല ലിക്വിഡ് ഉപയോഗിച്ചു, കറ നീങ്ങുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചൊക്കെ കഴുകി നോക്കിയിട്ടും അതിൻ്റെ നിറവും പോകുന്നില്ല, സ്മെല്ലും പോകുന്നില്ല, അതങ്ങനെ നിലനിൽക്കുകയാണ്. ഇനി ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നജസായ വസ്തു, അതിൻ്റെ കാഷ്ടം അവിടെ നിന്ന് നീങ്ങിപ്പോകുന്നത് ആ നീങ്ങിപ്പോകാൻ വേണ്ടി ആ ഭാഗം മുറിച്ച് കളയണം. ഇത് മാത്രമേ വഴിയുള്ളൂ എങ്കിൽ അങ്ങനെ മുറിച്ച് കളയേണ്ടതില്ല. അതെന്ത് ചെയ്യാം? അത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്നതിന് പൊറുക്കപ്പെടുന്നതാണ്. നിങ്ങളത് മുറിച്ച് കളയേണ്ട എന്നാണ് പറഞ്ഞത്. വിരോധമില്ല. വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ടു കഴുകാവതല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ബക്കറ്റിലെ വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മുടെ ഒരു കർച്ചീഫ് അല്ലേ, തൂവാലയിൽ നജസായിട്ടുണ്ടെങ്കിൽ ആ തൂവാല കഴുകി വൃത്തിയാക്കണമെങ്കിൽ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ആ തൂവാലറ്റ് വൃത്തിയാവില്ല, ബക്കറ്റിലെ വെള്ളം എന്തായി? മുത്തനജീസായി മാറുകയും ചെയ്യും. 2 കൊല്ലത്തിൽ കുറവായ വെള്ളമാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാവതല്ല. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. അപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം കൊണ്ട് ഈ തൂവാല എങ്ങനെ വൃത്തിയാക്കാം? ബക്കറ്റിൽ നിന്ന് ഒരു കപ്പ് കൊണ്ട് വെള്ളം കോരിയെടുക്കുക, എന്നിട്ട് തൂവാലയിലേക്ക് വെള്ളം ഒഴിക്കുക, ബക്കറ്റിലേക്ക് വെള്ളം തെറിക്കാത്ത രീതിയിൽ. അങ്ങനെ ഈ തൂവാല കഴുകി വൃത്തിയാക്കാം. അപ്പോൾ എന്തായി? ബക്കറ്റിലെ വെള്ളം ഇപ്പോൾ ആദ്യവും തൊഹൂറാണ്, ഇപ്പോഴും തൊഹൂർ തന്നെയാണ്. തൂവാല മുത്തനജീസായിരുന്നു, കഴുകി വൃത്തിയാക്കലോടെ തൂവാല എന്തായി? ത്വാഹിറായി മാറി. പിന്നെ തൂവാല എന്നാണ് മനസ്സിലായില്ലേ? ടവല്, കർച്ചീഫ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇപ്പോൾ കാഷ്ടിച്ചതാണെങ്കിൽ ആ കാഷ്ടമായത് എടുത്ത് കൊണ്ട് കളയണം അല്ലേ? ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ട് കാഷ്ടമായ ഭാഗം നമുക്ക് ത്വാഹിറാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കാഷ്ടമായിരുന്ന ഭാഗം ഒരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയ തുണി കൊണ്ടോ തുടച്ചെടുത്തു. ഇപ്പോൾ അവിടെ നിന്ന് നജസായ വസ്തു നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ നജസിൻ്റെ സ്മെല്ല് അവിടെ ബാക്കി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? കുറച്ച് നനഞ്ഞ ഒരു തുണി നനച്ച് എന്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം? തുടച്ച് വൃത്തിയാക്കുക. ഇപ്പോൾ എന്തായി? പൂർണ്ണമായും അവിടുത്തെ നജസിൻ്റെ വിശേഷണങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്മെല്ലൊന്നും അവിടെ ബാക്കിയില്ല, പൂർണ്ണമായത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അവിടെ ഒന്നൊരല്പം
ശുദ്ധിയായ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ മതി. എന്നാൽ തന്നെ അത് എന്തായി, ആ ഭാഗം ശുദ്ധിയായി. ഇവിടെ ഇനി വെള്ളം കൊണ്ട് ഒഴിക്കല്ല, വേറെ നല്ലൊരു ശുദ്ധിയായത് കൊണ്ട് തുണി കഴുകി കൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ വന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ അതെന്തായി, ശുദ്ധിയായി മാറി. ഇനി നമ്മളിങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച ക്ലോത്ത് അല്ലേ, തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ, വസ്തു, എന്താ പറയുക, തുണി, അത് നമുക്ക് കഴുകി വൃത്തിയാക്കണ്ടേ? അത് വൃത്തിയായെങ്കിലല്ലേ പിന്നെ നമ്മളത് കൊണ്ട് വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ തുടയ്ക്കുമ്പം ആ സ്ഥലം ശുദ്ധിയാവുള്ളൂ. ഞാനൊന്ന് കുറച്ച് നേരം ഇത് സ്ക്രീൻ ഒഴിവാക്കട്ടെ. നിങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ഒന്ന് ക്യാമറ ഓൺ ആക്കിയിരുന്നേ. ഞാൻ കയ്യിലൊരു ഒരു കർച്ചീഫ് എടുക്കട്ടെ. അത് എടുത്ത് വിശദീകരിക്കുമ്പോഴേ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതാ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ബൈക്കിൻ്റെ സീറ്റിൽ ഒരു കാക്ക കാഷ്ടിച്ച് വെച്ച്, മനസ്സിലായല്ലോ. കാക്കയുടെ കാഷ്ടം എന്താണ്? മുത്തവസ്സിത്തായ നജസാണ്, മുഗല്ലല്ല, മുത്തവസ്സിത്തായ നജസാണ്. കാക്ക കാഷ്ടിച്ചത് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സീറ്റിലിരിക്കുമ്പോൾ അത് സീറ്റ് ആദ്യം വൃത്തിയാക്കണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേപ്പർ കഷ്ണം എടുത്തു. എന്നിട്ട് ആ കാഷ്ടമായ ഭാഗം പൂർണ്ണമായി അവിടുന്ന് തുടച്ചെടുത്ത് അത് ചാടിക്കളഞ്ഞു. ഇപ്പോൾ എന്തായി? സീറ്റിലെ കണ്ടിരുന്ന കാക്കയുടെ കാഷ്ടം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണൂല. പക്ഷേ ആ കാക്കയുടെ കാഷ്ടമായ ഭാഗത്ത് അതിൻ്റെ സ്മെല്ല് ബാക്കിയുണ്ടാകും. നമ്മൾ മൂക്കൊന്നും വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, സ്മെല്ല് ബാക്കി ഉണ്ടാവും, നല്ല ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ വൃത്തിയാക്കണം. അപ്പോൾ ഇതിന് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആ കാഷ്ടമായ ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുക. അപ്പോൾ എന്തായി? അനജസായ ഭാഗം പൂർണ്ണമായി വൃത്തിയായി. ഇനി അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ മാത്രം വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കർച്ചീഫ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അവിടെ തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ എന്തായി? അനജസിൻ്റെ നിറവും എല്ലാം നീങ്ങി പോകുന്നവരെ അല്ല, അതിനു മുമ്പ് കാഷ്ടം ആദ്യം പേപ്പർ കൊണ്ട് തുടച്ച് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ എന്തായി? ആ ഭാഗം ശുദ്ധിയായിട്ടില്ല. അവിടെ അതിൻ്റെ എന്ത് ബാക്കിയുണ്ട്? സ്മെല്ല് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ സ്മെല്ല് ബാക്കി ആ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടി ഇത് നനഞ്ഞതായിരുന്നു. ഈ നനഞ്ഞ കർച്ചീഫ് കൊണ്ട് ഞാൻ അവിടെ തുടച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായി? അവിടെ നിലനിന്നിരുന്ന സ്മെല്ലായ വസ്തു ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഏകദേശം ഒരു സ്മെല്ലൊക്കെ നീങ്ങിപ്പോയ അവസ്ഥയിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ തുടക്കലോടെ ഇതെന്തായി മാറി? ഈ വസ്തു മുത്തനജിസായി മാറി. കാരണം എൻ്റെ ബൈക്കിൻ്റെ സീറ്റിലുണ്ടായിരുന്ന നജിസായ വസ്തുവിൻ്റെ വിശേഷണം, ആ സ്മെല്ല് എന്നുള്ളത് ആദ്യം ഇത് ശുദ്ധിയുള്ളതായിരുന്നു, ഇത് ത്വാഹിറായിരുന്നു, ഇതിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ സ്മെല്ല് ഇതിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും. ഇനി വീണ്ടും ആ ഭാഗം കഴുകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി മുക്കി, ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് വീണ്ടും വീണ്ടും ഉരച്ചൊക്കെ ഉഷാറാക്കി വൃത്തിയാക്കി. നമുക്ക് തോന്നുകയാണ് ഇത് വൃത്തിയായി എന്ന്. പക്ഷേ ഈ മുത്തനജീസായ വസ്തു ഞാനൊരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടലോട് കൂടെ എന്ത് സംഭവിച്ചു എന്നറിയാം? ആ ബക്കറ്റിലെ വെള്ളവും മുത്തനജീസായി, ഇതും മുത്തനജീസായി തന്നെ നിലനിന്നു. ആ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകി വീണ്ടും വന്ന് ഞാൻ ബൈക്കിൻ്റെ സീറ്റ് വന്ന് തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് എന്താവില്ല? വൃത്തിയാവുകയില്ല. ഇപ്പം എന്തെല്ലാം അവിടെ മുത്തനജീസായി നിലനിന്നു. ആദ്യം ഒരു വസ്തു മാത്രം മുത്തനജീസായിരുന്നുള്ളൂ. ഇപ്പം 3 കാര്യങ്ങൾ മുത്തനജീസായി. 3 അല്ല 4 കാര്യങ്ങൾ. ഒന്ന്, ബൈക്കിൻ്റെ സീറ്റ് ഇപ്പോഴും മുത്തനജീസാണ്. മറ്റൊന്ന്, രണ്ടാമത്തത് ഈ കർച്ചീഫ്, ഇതും മുത്തനജീസാണ്. മറ്റൊന്ന്, ബക്കറ്റിലെ വെള്ളം മുത്തനജീസാണ്. പിന്നെ ആ ബക്കറ്റ് മുത്തനജീസാണ്. 4 കാര്യങ്ങളവിടെ മുത്തനജീസാണ്. മനസ്സിലായോ? പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? വീട്ടിൽ ഇപ്പോൾ മൂത്രം പോലെയുള്ളതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ആദ്യം ആ മൂത്രം ഒപ്പിയെടുത്ത് കളയുമ്പോൾ അവിടെ മൂത്രത്തിന് സ്മെല്ല് ബാക്കിയുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു തുണി കഷ്ണം കൊണ്ടുപോയി നനച്ച് വീണ്ടും ആ മൂത്രമായ ഭാഗം ഒന്നുകൂടെ തുടയ്ക്കും. എന്തായി?
ആ തുടച്ച തുണിയിലേക്ക് അത് നമ്മൾ പൂർണ്ണമായി ഒപ്പിയെടുത്തിട്ടുണ്ടാകും അല്ലേ? ആ തുടച്ച വസ്തു, ആ തുണി എന്താണ്? മുത്തനജിസായ വസ്തുവാണ്. ഇത് ബക്കറ്റിലെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ട് കഴുകരുത്, മുക്കി കഴുകരുത്. മുക്കി കഴുകിയാൽ എന്തായി? ഇത് മുത്തനജിസായ വസ്തുവാണ്, അത് ബക്കറ്റിലെ വെള്ളം കുറഞ്ഞ വെള്ളമാണ്. അതിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ആ ബക്കറ്റിലെ വെള്ളം തന്നെ എന്തായി? ആദ്യം തൊഹൂറായ വെള്ളമായിരുന്നു, ഇത് കൊണ്ടുപോയി ഇടലോടെ എന്തായി? ആ വെള്ളം മുത്തനജിസായി. പിന്നെ അതിലിട്ട് കഴുകിയിട്ട് വീണ്ടും ഇതുകൊണ്ട് 1000 അല്ല 10,000 തവണ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി തുടച്ച് വൃത്തിയാക്കിയാലും അതെന്താവില്ല, ശുദ്ധിയാവുകയില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താ? ബക്കറ്റിലെ വെള്ളത്തിൽ നിന്നൊരു കപ്പ് കൊണ്ട് വെള്ളം കോരിയെടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് തുറന്ന് ബക്കറ്റിലേക്ക് വെള്ളം ആവാത്ത രീതിയിൽ തുടക്കാൻ ഉപയോഗിച്ച തുണി ഒന്ന് കഴുകി വൃത്തിയാക്കുക. വൃത്തിയാക്കി കഴിഞ്ഞു. വൃത്തിയാക്കിയ ശേഷം വീണ്ടും പോയി തുടച്ചാൽ എന്തായി? ആ ഭാഗം പൂർണ്ണമായി ശുദ്ധിയായി. മനസ്സിലായല്ലോ? ഈ പറഞ്ഞ വിഷയം മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ. ഇല്ല. യെസ്. ഇത് വീട്ടിലെ ശുദ്ധീകരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് പാഠത്തിൽ പോവാം. ഓക്കെ. അതാണ് പറഞ്ഞത്. വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാവതല്ല. അതിലേക്ക് നജസായ വസ്തു ഇട്ട് കഴുകാൻ പാടില്ല എന്ന്. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. മൂന്നാമത്തത് മുഖഫഫായ നജസ്. മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ അത് എന്ത് നജസാണെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. അതുകൊണ്ട് മലിനമായാൽ മൂത്രമായ മുഴുവൻ സ്ഥലത്തും എത്തുന്ന നിലയിൽ വെള്ളം മൂത്രത്തേക്കാൾ കൂടുതൽ ആകുന്ന രീതിയിൽ വെള്ളം കുടഞ്ഞാൽ തന്നെ എന്തായി? ആ ഭാഗം ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. അവിടെ കഴുകൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഭൂമിയിൽ മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ, ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണായിട്ടുള്ള സ്ഥലം, അവിടെ നജസായിട്ടുണ്ടെങ്കിൽ എന്താകും? കുറച്ച് സമയം കഴിയുമ്പോൾ എന്താകും? അത് താഴോട്ട് വറ്റിപ്പോയിട്ടുണ്ടാകും, ഡ്രൈ ആയി ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. ആ സ്ഥലം മൂടുന്ന നിലക്ക്, ഇപ്പോൾ അത് ഇപ്പോൾ മൂത്രം കാണുന്നില്ല, അങ്ങനെ ആ നിലക്ക് അത് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മൂത്രമായ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ തന്നെ ആ ഭാഗം എന്തായി? ശുദ്ധിയായി. പിന്നെ അവിടുന്ന് വെള്ളം ഒഴിച്ചവിടെ തേച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറ്റിയിട്ടില്ലെങ്കിൽ ടൈൽസ് പോലെയുള്ള അല്ലെങ്കിൽ മാർബിൾ പോലെയുള്ളതിലാണ് മൂത്രമായിട്ടുള്ളത് എങ്കിൽ ആദ്യം ആ മൂത്രത്തെ എന്ത് ചെയ്യണം? നീക്കണം. അവിടുന്ന് പേപ്പറോ അല്ലെങ്കിൽ മറ്റ് തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കൊണ്ട് അത് ഒപ്പിയെടുത്ത് കൊണ്ടുപോയി കളയണം. എന്നിട്ട് അവിടെ കഴുകണം, വെള്ളം ഒഴിക്കണം. നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? നജസായ വസ്തു ആദ്യം ഒപ്പിയെടുത്തു, കളഞ്ഞു. എന്നിട്ട് ആ നജസായിരുന്ന സ്ഥലത്തേക്ക് നനഞ്ഞ തുണി കൊണ്ടുവന്ന് തുടച്ചാൽ പോരാ, അവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കണം. നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആ ഭാഗത്ത് ഒഴിക്കണം. പിന്നെ നമ്മൾ തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒപ്പിയെടുക്കലോടെ അതിൻ്റെ നിറവും മണവും രുചിയൊക്കെ പൂർണ്ണമായി നീങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്മെല്ല് അവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. ആ സ്മെല്ല് ബാക്കി ഉണ്ടെങ്കിൽ, വെള്ളം ഒഴിക്കലോട് കൂടെ ആ സ്മെല്ല് നീങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ എന്തായി? ആ ഭാഗം ശുദ്ധിയായി. ഓക്കെ. നമ്മുടെ വീടിനകത്തൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് പിന്നെ ഇത് ലാസ്റ്റ് എന്തിനാണ് തുടക്കുന്നത് പിന്നെ അതവിടെ നനഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള നിലക്ക് തുടക്കുന്നതാ. മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് ഇനി തുടക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കലോടെ ശുദ്ധിയായിട്ടുണ്ട്. പിന്നെ ആ നനഞ്ഞു കിടക്കുന്ന ഭാഗം തുടക്കാൻ ഉപയോഗിക്കുന്ന വസ്തു വീണ്ടും നേരത്തെ ഈ നജസായ വസ്തുവാണ്, അത് തന്നെയാണ് എടുത്ത് വീണ്ടും തുടക്കുന്നതെങ്കിൽ എന്തായി? ആ ശുദ്ധിയായത് വീണ്ടും എന്തായി? മുത്തനജസായി മാറിയിട്ടുണ്ടാകും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ അപ്പോൾ ശുദ്ധിയുള്ള വസ്തു കൊണ്ട് തന്നെ വേണം തുടക്കാൻ. തുടക്കൽ അങ്ങനെ നിർബന്ധമില്ല. വെള്ളം ഒഴിക്കലോടെ തന്നെ അത് എന്തായിട്ടുണ്ടാകും? ശുദ്ധിയായിട്ടുണ്ടാകും. പിന്നെ തുടക്കൽ നിർബന്ധമില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ആ
ഇപ്പോൾ 4ാമത്തെ പാഠം കഴിഞ്ഞു. 5ാം പാഠം മാ യുഅഫ മിനൻ നജാസാത്ത്. നജസ്സുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഇളവ് നൽകപ്പെടുന്നത്, മാപ്പ് നൽകപ്പെടുന്നത്. മാപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇളവ് നൽകപ്പെടുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാണ് പാഠം തുടങ്ങുന്നത്. നദീറിൻ്റെ 16 വയസ്സുള്ള ജ്യേഷ്ഠന് മുഖക്കുരു ഉണ്ടായിരുന്നു. അത് പൊട്ടി രക്തം പുറത്തേക്ക് വന്നു. നദീർ ഉസ്താദിനോട് ചോദിച്ചു, രക്തം നജസ്സല്ലേ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, സാരമില്ല എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞു. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, ഒലിക്കുന്ന അതായത് ധാരാളം രക്തമില്ല, ചെറിയ ജീവിയാണ്, അതിൻ്റെ രക്തം, അതുപോലെ ചോരക്കുരു, മുഖക്കുരു മുതലായവയുടെ രക്തം അവൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ എത്ര കൂടുതൽ നമ്മുടെ ഡ്രസ്സിലോ ശരീരത്തിലോ ആയിട്ടുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടും, അത് പ്രശ്നമാക്കേണ്ടതില്ല. അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ആവുന്നതെങ്കിൽ, അതായത് മുഖക്കുരു ഇങ്ങനെ നെക്കി പൊട്ടിച്ചു, അങ്ങനെ ശരീരത്തിലേക്ക് കൂടുതൽ രക്തമായിട്ടുണ്ട്, എന്നാൽ ആ ഭാഗം കഴുകി വൃത്തിയാക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഡ്രസ്സ് ശുദ്ധിയാക്കാതെ നിസ്കരിക്കാൻ പാടില്ല. പിന്നെ അവൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞത് മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. തരിമൂക്ക് പൊട്ടി ഒലിച്ചു വരുന്ന രക്തം, അതുപോലെ രക്തം, അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ് അല്ലേ ആർത്തവ രക്തം എന്ന് പറയുന്നത്, അത് ഡ്രസ്സിലേക്ക് ഒരല്പം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ മുഗല്ലദല്ലാത്ത അന്യരക്തം, മുഗല്ലദായ നജസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നായ, പന്നി അല്ലെങ്കിൽ അവയിൽ നിന്ന് ജന്മം കൊണ്ടതിൻ്റെ രക്തം, അത് അങ്ങനെ മുഗല്ലദല്ലാത്ത മറ്റു ജീവികളുടെ രക്തം മുതലായവയിൽ നിന്ന് കുറഞ്ഞത് മാത്രം നമ്മുടെ ശരീരത്തിലോ ഡ്രസ്സിലോ ആയിട്ടുണ്ടെങ്കിൽ പൊറുക്കപ്പെടും. കുറഞ്ഞത് തന്നെ ഒരല്പം ആയിട്ടുണ്ടെങ്കിൽ, തരിമുക്ക് പൊട്ടി ഒലിച്ച രക്തം ഒരല്പം നമ്മുടെ ഷർട്ടിലായിട്ടുണ്ട്, ഉടുപ്പിലായിട്ടുണ്ട് എന്നതുകൊണ്ട് പ്രശ്നമില്ല, ഒരല്പം ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ രക്തവും, അതുപോലെ മുഗല്ലദല്ലാത്ത മറ്റു ജീവികളുടെ രക്തം ഒരല്പം തെറിച്ചു, നമ്മൾ ഇറച്ചി വാങ്ങാൻ പോയി 1 കിലോ ഇറച്ചി എന്ന് പറഞ്ഞു, നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അകത്ത് വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരല്പം 1 തുള്ളി രക്തം അല്ലെങ്കിൽ 1-2 തുള്ളി നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിച്ചു, മനസ്സിലായോ? 1-2 തുള്ളിയല്ലേ എന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ കഴുകി വൃത്തിയാക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. പിന്നെ കുറവും കൂടുതലും നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അത് നമുക്ക് സാധാരണ നിലയിലെ ആളുകൾ എത്രമാത്രം ആയാലാണ് ഇത് കൂടുതലുണ്ടെന്ന് പറയുക, എത്രയുണ്ടെങ്കിലാണ് ഇത് കൂടുതലാണ് എന്ന് പറയാം, അത് വളരെ കുറച്ചുള്ളൂ എന്ന് പറയുന്ന അളവ് എത്രയാണ്, അതൊക്കെ ഒരു സാധാരണ നിലയിൽ ആളുകൾ പറയുന്ന കണക്ക് നോക്കിയാൽ മതി. അതിന് പ്രത്യേകമായ ഒരു അളവ് പറയേണ്ടതില്ല. മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു മലിനമാണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി കണക്കാക്കണം. മലിനമാവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വസ്തു മലിനമാണ് എന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി കണക്കാക്കണം. ഉദാഹരണം, കുട്ടികളുടെ വസ്ത്രം, ചെറിയ കുട്ടികളുടെ വസ്ത്രം അത് മലിനമാവാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേല പോലെയുള്ള അല്ലേ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കും. പാല് കുടിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വൊമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്താണ്? നജസാണ്. അപ്പോൾ അവരുടെ കുട്ടികളുടെ ഡ്രസ്സ് പെട്ടെന്ന് മലിനമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കത് ആയത് നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ വിശേഷണങ്ങളൊന്നുമില്ല. മലിനമായി എന്ന് ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ വസ്തുവൊക്കെ ശുദ്ധിയുള്ളതായിട്ട് പരിഗണിക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ എന്നാൽ നീ പോക്ക്, ഞാനിതിൻ്റെ വീഡിയോ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ വിടാം. പിന്നെ അപ്പോൾ കുട്ടികളുടെ വസ്ത്രത്തിൽ നജസാവാൻ സാധ്യതയുണ്ട്. നജസായി എന്ന് ഉറപ്പില്ല എങ്കിൽ നമുക്ക് ആ വസ്ത്രം ശുദ്ധിയുള്ളതായിട്ട് പരിഗണിക്കാം. അവരുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേല, അവർ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത രീതിയിലുള്ള നജസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അയാളെ അറിയിക്കൽ നിർബന്ധമാണ്. അയാളെ അറിയിക്കാതെ അയാളെ പോയി നിസ്കരിക്കട്ടെ, അയാൾ നിസ്കാരം സ്വീകരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാൻ പാടില്ല. ഇത് കണ്ടയാളുടെ മേൽ നിർബന്ധമാണ്, അയാളെ ശരീരത്തിൽ ഡ്രസ്സിൽ നജസായിട്ടുണ്ട് എന്ന് അറിയിക്കൽ ഇയാളുടെ മേൽ നിർബന്ധമാണ്. പിന്നെ ഇങ്ങനെയാണ്
5-ാമത്തെ പാഠത്തിൽ പറയുന്നത്. ഇനി 6-ാമത്തെ പാഠം, അടുത്തത് 6-ാമത്തെ പാഠമാണ്. 6-ാമത്തെ പാഠത്തിൽ വുദൂഇനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് 4-ാം ക്ലാസ്സിൽ നിന്നോ 3-ാം ക്ലാസ്സിൽ നിന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾ വുദൂഇൻ്റെ ഫർദുകളും ഷർത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ 5-ാം ക്ലാസ്സിൽ വീണ്ടും അത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും മുമ്പ് പഠിച്ചതൊന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനേക്കാൾ കൂടുതൽ സുന്നത്തായ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മുഗല്ലദ്, മുഖഫഫ്, മുത്തവസ്സിത്ത്, അതൊരു ചെറിയ രൂപത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ശുദ്ധിയാക്കുന്ന രൂപം 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം. അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് 1 തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മുഗല്ലദ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കഠോരമായ നജസ് എന്നാണ്. അടുത്തത് മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, മദ്യി, വദി, ലഹരി ദ്രാവകങ്ങൾ, മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം. മനസ്സിലായല്ലോ? അത് അങ്ങനെ ഈ മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കേണ്ട രൂപം, നിറം, മണം, നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകിയാൽ മതി. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും, ഇവിടെ 3 പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നജസിൻ്റെ നിറമോ മണമോ രണ്ടിലൊന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറമോ മണമോ ഏതെങ്കിലും ഒന്ന് മാത്രം നീങ്ങി പോകുന്നില്ല, എന്നാൽ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നിറം, മണം എന്നിവ രണ്ടും കൂടിയോ അല്ലെങ്കിൽ നജസിൻ്റെ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ആ വസ്തു ശുദ്ധിയാകുന്നതല്ല. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ ആ വസ്തു നീങ്ങിപ്പോകൂ, നജസായ വസ്തു നീങ്ങിപ്പോകൂ എന്ന അവസ്ഥയിലാണ് എങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. അത് മുറിച്ചു കളയേണ്ടതില്ല, സാധനം നഷ്ടപ്പെടുത്തേണ്ടതിന്മേൽ വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാൻ പാടില്ല. നജസായ വസ്തു അതിലിട്ട് കഴുകാൻ പാടില്ല. വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകുകയാണ് ചെയ്യേണ്ടത്. മുത്തവസ്സിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മധ്യനിലയിലുള്ളത്, ഒരു മിഡിൽ അവസ്ഥയിലുള്ളത് അല്ലേ? സ്ട്രോങ്, മിഡിൽ, ലൈറ്റ് എന്ന് പറയുന്ന രീതിയിലാണ്. സ്ട്രോങ് ആയിട്ടുള്ളതാണ് മുഗല്ലദ്. മുത്തവസ്സിത്ത് എന്നത് മിഡിലായിട്ടുള്ളതാണ്, മീഡിയം ആയിട്ടുള്ളതാണ്. പിന്നെ മുഖഫഫ് എന്നുള്ളത് ലൈറ്റ്. നമ്മൾ ചായ പറയുന്നത് ആലോചിച്ചാൽ മതി. സ്ട്രോങ് ചായ, മീഡിയം ചായ, ലൈറ്റ് ചായ എന്ന് പറയാറുണ്ടല്ലോ. മുഖഫഫ് എന്നുള്ളത് ലൈറ്റായിട്ടുള്ളത്, പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്, ശുദ്ധിയാക്കുന്ന രൂപം. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടി, ആ കുട്ടിയുടെ മൂത്രം കൊണ്ട് മലിനമായാൽ ആ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തുന്ന വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ തന്നെ ആ ഭാഗം എന്തായി? ശുദ്ധിയായി. കഴുകേണ്ടതില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, കഴുകാൻ പാടില്ല എന്നല്ല, കഴുകൽ നിർബന്ധമില്ല എന്നേ ഉള്ളൂ. ഇനി ചെറിയ ഒരു 1-1.5 വയസ്സുള്ള ആൺകുട്ടി, പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമായ ഡ്രസ്സ് കഴുകാൻ പാടില്ല എന്നാലും മനസ്സിലാക്കരുത് കേട്ടോ. അവിടെ വെള്ളം കുടഞ്ഞ് വൃത്തിയാക്കുക തന്നെ വേണം എന്നില്ല. വെള്ളം കുടഞ്ഞാൽ തന്നെ ആ ഭാഗം ശുദ്ധിയാകുമെങ്കിൽ പിന്നെ കഴുകിയാൽ ശുദ്ധിയാകുമെന്ന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ. മുഖഫഫ് എന്ന പദത്തിൻ്റെ അർത്ഥം ലഘുവായത്, നേരിയത് എന്നാണ്. ഇനി വുളൂഇനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വുളൂഇനെ കുറിച്ച് നമുക്ക് ചെറിയ ഷോർട്ടായിട്ട് മനസ്സിലാക്കാം. അൽ വുളൂഇൻ്റെ സുന്നത്തുകളാണ് പഠിക്കാനുള്ളത്. വുളൂഇൻ്റെ ഷർത്തുകൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫർദുകളുണ്ട്, വുളൂഇൽ കറാഹത്താകുന്ന കാര്യങ്ങളുണ്ട്, വുളൂഇ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, വുളൂഇന് ശേഷമുള്ള ദുആ, മിസ്വാക്ക് ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.
ഓക്കെ. പാഠം 6-ാമത്തെ പാഠം നിങ്ങൾ പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പാഠം വായിക്കുന്നില്ല, ഒന്ന് വിശദീകരിക്കുകയാണ്, സമയം ദീർഘിച്ച് പോകുന്നുണ്ട്. വുളുവുമായി ബന്ധപ്പെട്ട് വുളുവിൻ്റെ സുന്നത്തുകൾ, വുളുവിന് സുന്നത്തുകളുണ്ട്, ഷർത്തുകളുണ്ട്, വുളുവിന് ഫർദുകളുണ്ട്, കറാഹത്തുകളുണ്ട്, വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, വുളുവിന് ശേഷമുള്ള ദുആ, അതുപോലെ മിസ്വാക്ക് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. വുളുവിൻ്റെ സുന്നത്തുകൾ എന്തെല്ലാം ഒന്ന് പറയാം. 1, ഖിബലക്ക് മുന്നിടൽ, ഖിബലക്ക് മുന്നിട്ട് വുളു ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. 2, വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി അഊദുവും ബിസ്മിയും 2 ഷഹാദത്ത് കലിമയും ചൊല്ലിക്കൊണ്ട് ശേഷം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്നും കൂടെ ചൊല്ലിക്കൊണ്ട് മുൻകൈ 2 ഒപ്പം കഴുകുക. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ഒരുപാട് സുന്നത്തുകളുണ്ട്. വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വേണം. ആ നിയ്യത്ത് ഉണ്ടെങ്കിൽ ഈ ശേഷം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സുന്നത്തിൻ്റെ കൂലി കിട്ടുള്ളൂ. ഓക്കെ. അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദുവിലേക്ക് ചേർത്ത് ബിസ്മി ചൊല്ലുകയാണെങ്കിൽ എങ്ങനെ ചൊല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ. ഇത് അതിന് ശേഷം എന്നല്ല കേട്ടോ. എങ്ങനെ? ഖിബലക്ക് മുന്നിട്ട് വന്ന് നിന്നു വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 മുൻകൈ കഴുകുന്ന സമയത്ത് ചൊല്ലേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ. ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്താണ് നമ്മുടെ 2 മുൻകൈയും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അതിനുശേഷം 3-ാമത് ചെയ്യേണ്ട കാര്യം മിസ്വാക്ക് ചെയ്യലാണ്. ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യാൻ ബ്രഷ് തന്നെ വേണമെന്നില്ല. പോലെ അറാക്ക് പോലെയുള്ള കൊള്ളി കഷ്ണമായാലും മതി. ഇത് നമ്മുടെ വിരൽ കൊണ്ട് പിന്നെ പല്ല് തേച്ചത് കൊണ്ട് സുന്നത്ത് കിട്ടുകയില്ല. വിരലിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത്, തുണി പോലെയുള്ളതെങ്കിലും ചുറ്റണം, എന്നിട്ട് ചെയ്താലും മതി. പിന്നെ ബ്രഷ് കൊണ്ട് ചെയ്യാവുന്നതാണ് നല്ലത് ബ്രഷ് ഉണ്ടെങ്കിൽ. ബ്രഷ് ഇല്ല എങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ചാൽ മതി. ഇലകളെ കൊണ്ട് പല്ല് തേക്കുന്നത് കാണാം. മാവില പോലെയുള്ളത് കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാണ് പറഞ്ഞ് കേൾക്കാം. ഓക്കെ, പോട്ടെ. 4-ാമത്തത്, ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. മിസ്വാക്ക് ചെയ്യൽ വരെ എത്തി. 4, വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യുക. അത് ഞാൻ ക്ലാസ്സിൽ നിന്ന് കാണിച്ചു തന്നിരുന്നു അല്ലേ, ചെറിയ രൂപത്തിൽ. 5-ാമത്തെ കാര്യം തല മുഴുവൻ തടവുക. വുളുവിൻ്റെ സുന്നത്തുകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ നമ്മൾ വുളു ചെയ്യുമ്പോൾ ചെയ്യുന്നത് മുഖം കഴുകുക എന്നുള്ളതാണ്. ഫർദ്, വുളുവിൻ്റെ ഫർദിൽ ഞാൻ വിട്ടുന്നു എന്ന് നിയ്യത്തോടു കൂടെ മുഖം കഴുകുക, അത് വുളുവിൻ്റെ ഫർദാണ്. പിന്നെ വലത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക, ഫർദാണ്. ഇടത് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക, ഫർദാണ്. പിന്നെ സുന്നത്തായി ചെയ്യുന്നത് എന്താ? തല മുഴുവൻ തടവുക എന്നുള്ളതാണ്. തല മുഴുവൻ കഴുകലല്ല, തല മുഴുവൻ തടവുക, അതാണ് സുന്നത്ത്. 6-ാമത്തെ സുന്നത്ത് വീണ്ടും വെള്ളമെടുത്ത് ചെവി 2 ഒന്നിച്ച് ഉള്ളും പുറവും തടവലാണ്. ചെവിയുടെ ഉള്ളും പുറവും തടവൽ. അപ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗവും തള്ളവിരൽ തം ഫിംഗർ അല്ലേ, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ചെവിയുടെ ഉൾഭാഗവും തം ഫിംഗർ കൊണ്ട് ചെവിയുടെ പുറം ഭാഗവും നമ്മളിങ്ങനെ ഒന്നിച്ച് തടവും. പിന്നെ 7, മുഖവും കൈകാലുകളും കയറ്റി കഴുകൽ. എങ്ങനെ? മുഖവും കൈകാലുകളും കയറ്റി കഴുകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുഖത്തിൻ്റെ ബൗണ്ടറിയേക്കാൾ കൂടുതൽ ഭാഗത്തേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ കഴുകണം. പിന്നെ കൈകാലുകളും കഴുകുമ്പോൾ 2 കൈയും കഴുകുമ്പോൾ മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നാണ് പറയുക. അപ്പോൾ മുട്ടിനേക്കാൾ അല്പം തോളം കൈയിലേക്ക് അല്പം കൂടെ വെള്ളം കയറ്റി കഴുകണം. കാല് കഴുകുമ്പോൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നാണ് ഫർദ്. എന്നാൽ ഞെരിയാണിയേക്കാൾ കൂടുതൽ മേലോട്ട് വെള്ളം എത്തുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകണം. ഇതൊക്കെ സുന്നത്താണ്. മറ്റൊരു സുന്നത്ത്, 8-ാമത്തെ സുന്നത്ത് തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ ആണുങ്ങൾ നല്ല തിക്കായിട്ടുള്ള താടി, നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള താടി ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉൾഭാഗം വെള്ളം എത്തുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഉരച്ച് കഴുകൽ. കൈകൊണ്ട് ഇങ്ങനെ തിങ്ങിയ താടിയുടെ വിടവൊക്കെ ആക്കിയിട്ട് കഴുകുക, അത് സുന്നത്താണ്. 9, കൈകാൽ വിരലുകൾ വിടർത്തി കഴുകുക. ഇടത് കൈയിൻ്റെ ചിന്ന വിരൽ അല്ലേ, ലിറ്റിൽ ഫിംഗർ കൊണ്ട് കൈകാൽ വിരലുകളൊക്കെ ഇങ്ങനെ, പിന്നെ കാല് വിരലുകളൊക്കെ ഇങ്ങനെ ഓരോ വിരലുകളും വിടർത്തി ആ ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴുകുക. എന്താണ് സുന്നത്താണ്. കൈവിരലുകൾ എങ്ങനെയാണ് വിടർത്തി വെക്കാൻ? 2 കൈവിരലുകൾ തമ്മിൽ കോർത്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി?
കൈവിരലുകളൊക്കെ തന്നെ വിടർത്തി കഴുകലായി, സുന്നത്തായി. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മനസ്സിൽ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഉദ്ദേശമാണ് ഉണ്ടാവേണ്ടത്. സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുള്ള ഉദ്ദേശം വേണം, എന്നാലേ സുന്നത്ത് കിട്ടുള്ളൂ. 10 എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ. മുഖം കഴുകലും കൈ കഴുകലും തല തടവലും ചെവി തടവലും കാല് കഴുകലും ഇതൊക്കെ എന്ത് ചെയ്യാം, 3 തവണ വീതം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. 11 വുളൂ ചെയ്യുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക. 12 തുടർച്ചയായി ചെയ്യുക, അല്ലേ? 2 മുൻകൈയും കഴുകി പിന്നെ മിസ്വാക്ക് ചെയ്ത് പിന്നെ മുഖം കഴുകി, നീയത്തോടു കൂടെ മുഖം കഴുകി, അത് കഴിഞ്ഞ ഉടനെ തന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകി, പിന്നെ ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകി, പിന്നെ തല തടവി ചെവി തടവി കാല് കഴുകി. ഇങ്ങനെ അത് തുടർച്ചയായി തന്നെ ചെയ്യണം. ഇപ്പോൾ മുഖം കഴുകി എന്നിട്ട് പിന്നെ പുറത്തൊക്കെ പോയി ആളുകളൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് നേരത്തെ വുളു എവിടെ എത്തിയെന്ന് ആലോചിച്ച് പിന്നെ മുട്ട ഉൾപ്പെടെ കഴുകാൻ പോവാം. അങ്ങനെ തുടർച്ചയായി നഷ്ടപ്പെടുത്താത്ത രീതിയിൽ കഴുകണം. അപ്പോൾ വുളു ചെയ്യാൻ നിന്നാൽ പിന്നെ വുളു പൂർത്തിയായിട്ട് തിരിച്ചു വരിക. അങ്ങനെ 13 അവയവങ്ങൾ തേച്ച് കഴുകുക എന്നുള്ളത് സുന്നത്താണ്. 14 മടമ്പ് പീളക്കുഴി മുതലായവ സൂക്ഷിച്ച് കഴുകൽ. മനസ്സിലായോ? മടമ്പിലൊക്കെ ചെറിയ ചുളിവുണ്ടാകും. ആ ചുളിവിലെ കാരണം വെള്ളം ശരിക്കും അകത്തേക്ക് എത്താതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൈകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് കൈകൊണ്ട് ഉരച്ച് കൊടുത്ത് കഴുകുക. പീളക്കുഴി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. കണ്ണിൻ്റെ മൂക്കിനോട് ചേർന്ന് ഭാഗത്തുള്ള ആ പോയിന്റ്, അവിടെ എന്തുണ്ടാകും, പീള വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വാൽക്കണ്ണ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ കണ്ണിൻ്റെ 2 ഭാഗങ്ങളും 2 പോയിന്റും നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഏത് സമയത്ത് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ അവിടെ അല്പം ഒരു വഴുവഴുപ്പ് ഉണ്ടാകും. ആ ഭാഗം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കഴുകി എങ്കിലാകും ചിലപ്പോൾ പൂർണ്ണമായും അങ്ങോട്ട് വെള്ളം ചേരുന്നുണ്ടാവുക. അതുപോലെ തന്നെ വാൽക്കണ്ണിൻ്റെ ഭാഗം. പിന്നെ ഇപ്പോൾ 14 കാര്യങ്ങൾ പറഞ്ഞു. 15 വുളുവിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ. വുളു ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച വെള്ളം, അതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം, ഇപ്പോൾ നമ്മൾ കിണ്ടി പോലെയുള്ളതിൽ നിന്നാണ് വെള്ളം എടുത്ത് വുളു ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല വെള്ളമാണല്ലോ, അതിന് എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന് ഒരു അല്പം വെള്ളം കുടിക്കുക എന്നുള്ളത് സുന്നത്താണ്. 16 നല്ല വെള്ളമായിരിക്കണം കേട്ടോ. 16 വുളുഇന് ഉടനെ കൈയും കണ്ണും മേലോട്ട് ഉയർത്തി 2 ഷഹാദത്ത് കലിമയും ദുആഉം കൊണ്ടുവരൽ. വുളു കഴിഞ്ഞ ഉടനെ കൈയും കണ്ണും മേലോട്ട് ഉയർത്തി 2 ഷഹാദത്ത് കലിമയും ദുആഉം കൊണ്ടുവരൽ. എന്താണ് ദുആ? അതൊന്നും നിങ്ങൾക്ക് എല്ലാവരും മുമ്പ് പഠിച്ചതാണ്, കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഓർമ്മയുണ്ടാവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇതാണ് ദുആ. എന്നിട്ട് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഒരു സ്വലാത്ത് കൂടെ ചൊല്ലുന്നത് നല്ലതാണ്. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കൂടെ ചൊല്ലൽ നല്ലതാണ്. ഓക്കെ, വുളുവിൻ്റെ ഷർത്തുകൾ മുന്നേ പഠിച്ച ഷർത്തുകൾ ഒന്ന് പറയാം. 5 ഷർത്തുകളാണുള്ളത്. 1 വെള്ളം ത്വഹൂറായിരിക്കൽ. 2 വുളുഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 3 വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, അതായത് വെള്ളത്തിൻ്റെ വിശേഷണങ്ങൾ മാറ്റിക്കളയുന്ന മഷി ചേർന്നാൽ എന്താ വെള്ളത്തിൻ്റെ നിറം മാറും അല്ലേ, ചായം കളറ് മുതലായ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. 4 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം, അത് ഷർത്താണ്. വെള്ളം കൈ ഇങ്ങനെ നനച്ച് കൈകൊണ്ട് ഇങ്ങനെ തടവിയാൽ പോരാ, വെള്ളം ഇങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ വെള്ളം ഒഴുകണം, ഒലിപ്പിക്കണം. 5 മൂത്രവാർച്ച പോലെ പതിവായ അശുദ്ധിയുള്ളവർ, മൂത്രവാർച്ച പോലെയുള്ള അസുഖമുള്ളവർക്ക് നിത്യാശുദ്ധിക്കാരെന്നാ പറയാം, പതിവായ അശുദ്ധിക്കാരൻ, അങ്ങനെയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആവണം ആയെന്ന് അറിയുകയും ചെയ്യേണ്ട ശേഷം മാത്രമാണ് വുളു ചെയ്യേണ്ടത്. അപ്പോൾ മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിക്കാർ നിസ്കാരത്തിൻ്റെ സമയം ആയെന്ന് അറിഞ്ഞ ശേഷമാണ് വുളു ചെയ്യേണ്ടത്. അത് അതിൻ്റെ ഷർത്താണ്, അവർക്കുള്ള ഷർത്താണ്. ഇനി ഫർദുകൾ കൂടുതലൊന്നുമില്ല, 6 ഉള്ളൂ വുളുവിൻ്റെ ഫർദുകൾ. 1 നിയ്യത്ത്. ഇത് ഏത് നിയ്യത്താണെന്നറിയോ? മുൻകൈ കഴുകുന്ന സമയത്തുള്ള നിയ്യത്തല്ല, മുഖം കഴുകുന്ന സമയത്ത്.
വുദൂഇൻ്റെ ഫർദിൽ ഞാൻ വീട്ടുന്നു നിർവഹിക്കുന്നു എന്ന നിയ്യത്താണ് ഈ ഫർദായ നിയ്യത്ത്. 2 മുഖം കഴുകൽ, ആ നിയ്യത്തോടു കൂടെ മുഖം കഴുകുക. 3 കൈ 2 മുട്ട് ഉൾപ്പെടെ കഴുകൽ. 4 തല തടവൽ. 5 കാല് 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. 6 തെർത്തീബ്. ഓക്കെ, വുദൂഇൻ്റെ ഫർദുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വുദൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, വുദൂ മുറിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? 1 മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനി അല്ലാത്തവ പുറപ്പെടുക. മനസ്സിലായല്ലോ. കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതൊക്കെ മുമ്പ് പഠിച്ചതാണ്, എന്നാലും കുറച്ചുകൂടെ വിശദീകരിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് വ്യക്തമായിട്ട് പറയാം. വുദൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. മലമൂത്രദ്വാരങ്ങൾ, നമ്മൾ മൂത്രം പുറപ്പെടുന്ന ഭാഗമാണ് മൂത്രദ്വാരം, മലം പുറപ്പെടുന്ന ഭാഗമാണ് മലദ്വാരം. ഈ ഭാഗങ്ങൾ കൂടെ എന്തെങ്കിലും വസ്തു പുറപ്പെട്ടാൽ എന്താണ്? വുദൂ നഷ്ടപ്പെടും. മനിയാണ് പുറപ്പെടുന്നതെങ്കിൽ എന്താണ് അവസ്ഥ? വുദൂ അല്ല, കുളി വരെ നഷ്ടപ്പെടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയ അശുദ്ധി മാത്രമല്ല, മനിയാണ് പുറപ്പെടുന്നതെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ അയാൾ വുദൂ ചെയ്താൽ പോരാ, മനി പുറപ്പെട്ടയാളാണെങ്കിൽ ഫർദായ കുളി കുളിക്കണം, എന്നാലേ അയാൾ ശുദ്ധിയാവുന്നുള്ളൂ. 2 ബുദ്ധിയുടെ ബോധം നീങ്ങുക. മനസ്സിലായല്ലോ. ഭ്രാന്ത് വരിക, ബോധക്ഷയം ഉണ്ടാവുക, ഒരാളുടെ ബോധം നഷ്ടപ്പെട്ട് ഒരാളെ കൊണ്ട് തന്നെ എന്തായി? വുദൂ നഷ്ടപ്പെട്ടു. ഒരാൾ വുദൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട്, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്ക് ബോധം തെളിയുന്നത്. എന്നാൽ എന്തായി? അയാൾ ചെയ്തിരുന്ന വുദൂ അയാൾക്ക് നീങ്ങിയിട്ടുണ്ട്. പിന്നീട് അയാൾ നിസ്കരിക്കണമെങ്കിൽ വുദൂ ചെയ്യണം. ബോധം നഷ്ടപ്പെടുക, ബുദ്ധിയുടെ ബോധം നഷ്ടപ്പെടുക എന്നുള്ളതിന് പല കാരണങ്ങളും. ഭ്രാന്ത് വരാം, അല്ലെങ്കിൽ വെറുതെ തല ചുറ്റി വീണു, അല്പനേരം അയാൾക്ക് ബോധമില്ല. മത്ത്, ഒരു എന്താണ്, എന്തോ ഒരു കാര്യം, വസ്തു ശ്വസിച്ചു നോക്കുക, സ്മെല്ലടിച്ച് നോക്കൽ കൊണ്ട് അയാൾക്ക് അയാളുടെ അവസ്ഥ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി. ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ ബോധം ശരിക്കും മത്ത് പിടിക്കാന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ചു, കള്ള് കുടിച്ചാൽ എന്തായി? മത്ത് പിടിക്കും. സ്വബോധം നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും പിന്നീട് അയാൾ സംസാരം ഉണ്ടാവുക. മത്ത് പിടിക്കുക മുതലായവ കൊണ്ടൊക്കെ ബോധം നീങ്ങാം. മനസ്സിലായല്ലോ. ശരിയായ ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബോധവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. 3 മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. എന്താണ്? ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ സർജറി ചെയ്യാൻ വേണ്ടി അനസ്തേഷ്യ ചെയ്യും അല്ലേ? അനസ്തേഷ്യ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താകും? ബോധം നീങ്ങുന്നുണ്ട്. അതോടെ എന്താകും? അനസ്തേഷ്യ ചെയ്യുന്നുണ്ടെങ്കിൽ വുദൂ മുറിയുമെന്നർത്ഥം. 3 മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. അപ്പോൾ മനസ്സിലായല്ല. മുൻകൈയിൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ 2 കൈകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഒന്നെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. കാണുന്നുണ്ടല്ലോ. 2 കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സമയത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വരുന്ന ഭാഗം മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ടച്ചായി നിൽക്കുന്ന ഭാഗമാണ് പള്ള, മുൻകൈയിൻ്റെ പള്ള എന്ന് പറയുന്നത്. ഇങ്ങനെ കാണുന്ന ഭാഗം തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഏതൊക്കെ ഭാഗം ടച്ച് ആവുന്നുണ്ട് ആ ഭാഗമാണ് മുൻകൈയിൻ്റെ പള്ള എന്ന് പറയുന്നതിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടൽ. അത് തൊട്ടാൽ തന്നെ എന്തായി? വുദൂഉം നഷ്ടപ്പെടും. 4 വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. പിന്നെ അത് അന്യരാവണം കേട്ടോ. അന്യരാവുമ്പോഴേ എന്താവുള്ളൂ? വുദൂ മുറിയുകയുള്ളൂ. അപ്പം സ്വന്തം ഒരു ആൺകുട്ടി തൻ്റെ ഉമ്മയെ തൊടുക എന്നതുകൊണ്ട് വുദൂ നഷ്ടപ്പെടില്ല. ഉമ്മയുടെ വുദൂവും കുട്ടിയുടെ വുദൂവും നഷ്ടപ്പെടില്ല. പെൺകുട്ടി ഉപ്പാനെ തൊടുക എന്നതുകൊണ്ടും എന്താവില്ല? വുദൂ നഷ്ടപ്പെടുകയില്ല. കാരണം അവർ മഹ്റമുകളാണ്, വളരെ അടുത്ത കുടുംബക്കാരാണ്. മനസ്സിലായല്ല. അങ്ങനെയല്ല, അന്യരായ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക, തൊടുക, അതുകൊണ്ട് വുദൂ നഷ്ടപ്പെടും. വുദൂഇൻ്റെ കറാഹത്തുകൾ: 3 പ്രാവശ്യത്തിൽ കൂടുതലായി കഴുകുക, തടവുക എന്നുള്ളത് ചെയ്യൽ കറാഹത്താണ്.
പിന്നെ 3-ൽ നിന്ന് ചുരുക്കുക. മൂന്നിൽ തവണയാക്കാതെ ഒരു തവണ മാത്രമേ ആക്കി ചുരുക്കലും കറാഹത്താണ്. ഒരു തവണ അല്ലെങ്കിൽ 2 തവണയാക്കി ചുരുക്കുക എന്നുള്ളതും കറാഹത്താണ്. ഇനി പറയാം, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. നോമ്പുകാർക്ക് വുളു ചെയ്യുന്ന സമയത്ത്, നോമ്പുകാരല്ലാത്തവർക്ക് വുളു ചെയ്യുന്ന സമയത്ത് വുളുവിൻ്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നുള്ള സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. എന്നാൽ നോമ്പുകാരാണെങ്കിൽ അവർക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താകുന്ന സമയം ഏതുവരെയാണ്? ഉച്ച സമയം വരെയാണ്. ഉച്ചയ്ക്ക് ശേഷവും അവർ കാരണമില്ലാതെ മിസ്വാക്ക് ചെയ്യൽ പാടില്ല. അത് കറാഹത്താണ്. നീ ചെയ്തു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണമില്ലാതെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒരാൾ നോമ്പുകാരനാണ്, അയാൾ ക്ഷീണം കൊണ്ട് കുറച്ച് കിടന്നുറങ്ങിയപ്പോൾ അയാൾക്ക് വായിൽ നിന്നൊരു ദുർഗന്ധം വരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, പിന്നീട് അയാൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ബ്രഷ് ചെയ്യാൻ പാടില്ല, കറാഹത്താണ് എന്നല്ല കരുതേണ്ടത്. മനസ്സിലാവും. വായിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ബ്രഷ് ചെയ്ത് വൃത്തിയായിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ. അപ്പോൾ അയാൾക്ക് ആ സുന്നത്ത് നഷ്ടപ്പെടില്ല. കാരണമില്ലാതെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണെന്ന് പറഞ്ഞത് അവിടെ. ഇനി മിസ്വാക്ക് എന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർദാത്തുൽ ലിർറബ്ബ്. ഇത് നമ്മൾ മനപ്പാടാക്കണം. എന്താ നബി തങ്ങൾ പറഞ്ഞത്? മിസ്വാക്ക് വായയെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഫ്ദുലു സ്വലാത്തു അല്ലതി യുസ്താകു ലഹാ അല സ്വലാത്തി അല്ലതി ലാ യുസ്താകു ലഹാ 70 ضعഫ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്താ? എല്ലാ നിസ്കാരത്തിനും വുദൂഇനും ഖുർആൻ, ഹദീസ്, ശർഈയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ചയാകുന്ന സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നാലും മരണമാസന്നമാകുന്ന അവസരത്തിലും മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്, വളരെയധികം കൂലിയുള്ള സുന്നത്താണ്. പിന്നെ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് പല്ലിൽ മിസ്വാക്ക് ചെയ്യുമ്പോൾ അകലത്തിലാണ്, വീതിയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്യേണ്ടത്. നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതിന് വിപരീതമായ ചെയ്യൽ കറാഹത്താണ്. അങ്ങനെ വിപരീതമായ രീതിയിൽ ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല എന്നർത്ഥം. പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലും ആണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. ഇത്രയുമാണ് നമുക്ക് 6ാമത്തെ പാഠത്തിൽ വുദൂഉമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 6ാമത്തെ പാഠം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, കൂടുതൽ നന്നായി മനസ്സിലാക്കാനുണ്ട്. ഓക്കെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടക്കം മുതൽ ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന കുട്ടികൾ ആരൊക്കെയാണ്? ബഷീർ DK, ഹാനിയ, ഹാദി മുഹമ്മദ്. ഒന്ന് ക്യാമറ ഓൺ ആക്കിയേ, ആരൊക്കെ ഒന്ന് കാണട്ടെ. ചില കുട്ടികളൊക്കെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് പോയവരാണ്. ഹാദി മുഹമ്മദ് ഇടയ്ക്ക് പോയെങ്കിലും പിന്നെ ഫോണൊക്കെ മാറി ചാർജ് കുത്തി വെച്ചുകൊണ്ടൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാദാത്ത്, മിഫന്നയാണ് അല്ലേ? ആരാ? ഫസീല മുനീർ ആരാ? ആരായിരുന്നു? മൻഹയാണോ? മൻഹ മുനീർ ആയിരിക്കും അല്ലേ? ആളുകൾ ഒക്കെ ഓണാക്കി വെച്ച് എഴുന്നേറ്റ് പോയാ? എന്താ ക്യാമറ ഓണാക്കാത്തത്? ഓക്കെ, കഴിഞ്ഞു. ക്ലാസ് തിരിച്ചു വിടാൻ പോവാണ് കേട്ടോ. പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പം വ്യക്തമല്ലാത്തതുണ്ടോ? ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? മിഫന്ന പൂർണ്ണമായി കേട്ടിട്ടില്ല എന്നായിരിക്കും മറുപടി. മിഫന്ന എന്തെങ്കിലും പറ, പെട്ടെന്ന് പറ. 1.5 മണിക്കൂറായി. ഇല്ല, എല്ലാം മനസ്സിലായി. ഓക്കെ, ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചെല്ലാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്
وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സലാം അടക്കലോ. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി